തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒപി ടിക്കറ്റിന് തുക ഏർപ്പെടുത്തിയ തീരുമാനത്തിൽ പ്രതിഷേധം. ഇതുവരെ സൌജന്യമായിരുന്ന ഒപി ടിക്കറ്റിനാണ് 10 രൂപ വാങ്ങാൻ തീരുമാനിച്ചത്. ആശുപത്രി വികസന സമിതിയുടെ തീരുമാനത്തിനെതിരെ ആശുപത്രിക്ക് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധം നടന്നു. കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ആരോഗ്യമന്ത്രിയുടെ പ്രതിനിധി അടക്കം പങ്കെടുത്തിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒപി ടിക്കറ്റിന് 10 രൂപ വീതം ഈടാക്കാനുള്ള ആശുപത്രി വികസന സമിതിയുടെ തീരുമാനത്തിന് ഏറെക്കുറെ അംഗീകാരം നൽകിയ നിലയിലാണ് ആരോഗ്യവകുപ്പ്. അതേസമയം തീരുമാനത്തിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നു വരികയാണ്. തീരുമാനത്തെ അംഗീകരിക്കുന്നവരുമുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 75 വർഷമായി ഒപി ടിക്കറ്റ് സൗജന്യമായാണ് നൽകിയിരുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന ആശുപത്രി വികസന സമിതി യോഗത്തിൽ ഒപി ടിക്കറ്റിന് 10 രൂപ നിരക്ക് ഏർപ്പെടുത്താനുള്ള തീരുമാനമുണ്ടായി. കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ആരോഗ്യമന്ത്രിയുടെ പ്രതിനിധിയടക്കം പങ്കെടുത്തിരുന്നു. ശരിക്കും ഇത് വാങ്ങാൻ പാടില്ല. ഇത് സാധുക്കൾക്കുള്ള സ്ഥാപനമാണ്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ HMC കമ്മിറ്റി ഉണ്ടെങ്കിൽ തന്നെയും അത് വാങ്ങാൻ നിയമം കമ്മിറ്റിക്ക് വയ്ക്കാം, ഇതേ ഉള്ളൂ. പക്ഷെ അത് തെറ്റാണ്. നമ്മളെ പോലുള്ളവർ വരുന്നത് ഈ സർക്കാർ സേവനം അനുഷ്ഠിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അവർക്ക് നീതി കിട്ടിയില്ലെങ്കിൽ പിന്നെ എവിടെ കിട്ടാന്? ഈ സർക്കാരായാലും ഇവിടെ ഈ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏറ്റവും വലിയൊരു ദ്രോഹമാണ്. അതായത് ഞങ്ങളെപ്പോലുള്ള രോഗികളുടെ അവരെ കൂടെ വരുന്നവർക്കും ബുദ്ധിമുട്ടിയാണ്. സംസ്ഥാനത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ ഒപി ടിക്കറ്റിന് ഫീസ് ഈടാക്കുന്നതിനാൽ മെഡിക്കൽ കോളേജിലും അത് ബാധകമാക്കണമെന്നായിരുന്നു സമിതിയുടെ നിലപാട്. പരമാവധി 5 രൂപയാണ് വിവിധ ആശുപത്രികളിലുള്ള ഒപി ടിക്കറ്റ് നിരക്കെന്നിരിക്കെയാണ് മെഡിക്കൽ കോളേജിൽ 10 രൂപ ഏർപ്പെടുത്തുന്നത്. നിരക്ക് ഏർപ്പെടുത്തുന്നതിനെ യോഗത്തിൽ എതിർത്ത പ്രതിപക്ഷം സമരവുമായി രംഗത്തെത്തി. സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുന്ന ആളുകൾ, അത് ഈ തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും ഈ മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന രോഗികളായിട്ടുള്ള ആളുകൾ വാസ്തവത്തിൽ വലിയ സമ്പന്നന്മാരല്ല. ഈ ബുദ്ധിമുട്ട് മനസ്സിലാക്കാതെ ഇങ്ങനെയൊരു നടപടിയിലേക്ക് നീങ്ങുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഞങ്ങളതിനെ ശക്തിയായി എതിർക്കുകയാണ്. BPL കാർഡുകാർക്ക് ഒപി ടിക്കറ്റ് സൗജന്യമായി നൽകുന്നത് തുടരുമെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും പലതിനും ഫീസ് ഈടാക്കുന്നുണ്ട്. എൻ്റെ മോക്ക് ക്യാൻസർ ആയിട്ട് കൊണ്ടുവന്നിട്ട് പിന്നെ അവർ സൗജന്യമായിട്ട് ചികിത്സ കാർഡിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പൈസ കൊടുത്താണ് ഞാൻ എല്ലാം വാങ്ങിക്കണം സാറേ. എന്നെ കൊണ്ട് നിവർത്തിയില്ല. ഞാൻ മാത്രമേ ഉള്ളൂ. വയസ്സായതാണ്, 74 വയസ്സായി. ന്യൂസ് 18 തിരുവനന്തപുരം. സെക്രട്ടേറിയറ്റിൽ ശുചിമുറിയിലെ ക്ലോസറ്റ് പൊട്ടി വീണ് ഉദ്യോഗസ്ഥയ്ക്ക് ഗുരുതര പരിക്ക്. സെക്രട്ടേറിയറ്റ് അനക്സ് 1-ലെ ക്ലോസറ്റാണ് പൊട്ടി വീണത്. തദ്ദേശ വകുപ്പിലെ ഉദ്യോഗസ്ഥയ്ക്കാണ് പരിക്കേറ്റത്. ഇന്ന് ഉച്ചയോടെയായിരുന്നു അപകടം. ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും പിന്നീട് കിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.